മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്യാമിതീയ സാധ്യതകളാണ് പരിചയപ്പെട്ടത്. നമുക്ക് ജോഡികളായി വരുന്ന കേസ് ഒന്ന് പരിചയപ്പെടാം. സാധ്യതയിൽ ജോഡികളായിട്ട് വരുന്ന കേസുകൾ. ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. അലക്കി തേച്ചതെല്ലാം നോക്കിയപ്പോൾ ജോണിക്ക് ഒരു നീല പാന്റും ചുവപ്പും പച്ചയും നീലയുമായി 3 ഷർട്ടും കിട്ടി. എങ്ങനെയെല്ലാം ഒരുങ്ങാം? ഇതാണ് പ്രശ്നം. നമുക്കൊരു പട്ടികയാക്കി ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് രേഖപ്പെടുത്തി നോക്കാം. ഏതെല്ലാണ് ഷർട്ട്? ഞാൻ ഇവിടെ എഴുതുന്നത് 3 കളറുള്ള ഷർട്ടാണ്, ഒരു ടീഷർട്ടാണുള്ളത്. ചുവപ്പും പച്ചയും നീലയും. ചുവപ്പ് റെഡ്, ഗ്രീൻ, ബ്ലൂ. അതുപോലെ പാന്റ് ഉള്ളത് നീല, ബ്ലൂ ആണ്. ഏതെല്ലാം തരത്തിൽ അവന് ഒരുങ്ങാൻ കഴിയും? നമുക്ക് ആ ജോഡികളൊന്നും ഉണ്ടാക്കിയാലോ? അതായത് അവന് പാന്റ് ധരിക്കുന്ന ഷർട്ട് ധരിക്കും. ഇപ്പൊ ഏതെല്ലാം രീതിയിൽ ഇത് മാച്ച് ചെയ്യാം? ബ്ലൂ പാന്റ് ആണുള്ളത്, റെഡ് ഷർട്ട് ഉണ്ട്, ഗ്രീൻ ഷർട്ട് ഉണ്ട്, ബ്ലൂ ഷർട്ട് ഉണ്ട്. അപ്പൊ എങ്ങനെ ഇത് മാച്ച് ചെയ്യാം? എങ്ങനെയെല്ലാം ജോഡികളാക്കാം? യെസ്, നമുക്കൊന്ന് എഴുതി നോക്കാനോ? എങ്ങനെയെല്ലാം കഴിയും? RB, അതായത് റെഡ് ഷർട്ടും ബ്ലൂ പാന്റും ധരിക്കാം. ഇനിയോ ഗ്രീൻ ഷർട്ടും ബ്ലൂ പാന്റും ധരിക്കാം. ഇനിയോ ബ്ലൂ ഷർട്ടും ബ്ലൂ പാന്റും ധരിക്കാം. അതായത് എത്ര സാധ്യതയാണ് വരുന്നത്? ആകെ എത്ര ഇതുണ്ട്? 3 എണ്ണമാണ്. അതിൽ തന്നെ നമുക്ക് ഈ രണ്ടും ഒരേ കളറാവാനുള്ള സാധ്യത നമുക്ക് എങ്ങനെ പറയാം? രണ്ടും ഒരേ കളറാവാനുള്ള സാധ്യത, ഷർട്ടും പാന്റും ഒരേ കളറാവാനുള്ള ഒന്നാണത് അല്ലെ? ബ്ലൂ, രണ്ടും ബ്ലൂ ആവുന്ന ഒരു കേസ് നമുക്കുണ്ട്. അപ്പൊ അതിന്റെ സാധ്യത നമുക്ക് എങ്ങനെ പറയാം? ആകെ ജോഡികൾ 3 എണ്ണാണത് അല്ലെ? അതില് ഒന്നാണ് രണ്ടും ഒരേ കളറാവാനുള്ള സാധ്യത. പിന്നീട് അവൻ തിരയുന്ന സമയത്ത് ഒരു ഗ്രീൻ പാന്റ് കൂടി കിട്ടി. ഒരു ഗ്രീൻ പാന്റ് കൂടി കിട്ടുന്നു ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം അവന് ധരിക്കാൻ കഴിയുന്ന ജോഡികൾ എങ്ങനെയെല്ലാം നമുക്ക് പറയാം? നേരത്തെ ബ്ലൂ മാത്രമല്ലായിരുന്നു, പിന്നീട് തരുന്ന സമയത്ത് ഗ്രീൻ പാന്റ് കൂടി കിട്ടിയെങ്കിൽ ഇവിടെ പാന്റ് 2 എണ്ണം കിട്ടിയപ്പോ എത്ര സാധ്യത ഉണ്ടാവും? എന്തെല്ലാം കഴിയും? റെഡ് ഷർട്ടും ഗ്രീൻ പാന്റും പറ്റും. പിന്നെ ഗ്രീൻ ഷർട്ടും ഗ്രീൻ പാന്റും കഴിയും. അതുപോലെ ബ്ലൂ ഷർട്ടും ഗ്രീൻ പാന്റും കഴിയും. അപ്പൊ ആകെ എത്ര ജോഡികളായി? 6 ജോഡികൾ അല്ലെ? 6 വ്യത്യസ്ത തരത്തില് അവന് ഒരുങ്ങാൻ കഴിയും. ഈ തരത്തിലെല്ലാം ഡ്രസ് ചെയ്യുമ്പോൾ അവന് ഒരുങ്ങാൻ കഴിയും. 6 സാധ്യതകളുണ്ട്. ഇതിൽ തന്നെ രണ്ടും ഒരേ കളർ വരാനുള്ള സാധ്യത നമുക്ക് വീണ്ടും എങ്ങനെ കണ്ടുപിടിക്കാം? അവൻ ധരിക്കുന്ന പാന്റും ഷർട്ടും ഒരേ കളറാവാൻ ഉള്ള സാധ്യത ഒന്നിവിടെ നമ്മൾ പറഞ്ഞു. ബ്ലൂ ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? യെസ്, ഗ്രീൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ സാധ്യത നമുക്ക് എങ്ങനെ എഴുതാം? ആകെ അപ്പോ 6 ഫലങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എത്ര? 2 എണ്ണമാണ് അല്ലെ? അപ്പൊ 2/6 എന്ന വീണ്ടും 1/3. അപ്പോ എന്താ? രണ്ടും ഒരേ കളറാവാനുള്ള സാധ്യതയാണ് നമ്മൾ എഴുതി. ഇതുപോലെ മറ്റൊരു കണക്ക് ശ്രദ്ധിക്കൂ. ചോദ്യതാണ്: രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതിയിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? വ്യത്യസ്ത നിറമുള്ളതോ? ഇതാണ് പ്രശ്നം. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുണ്ട്. എന്താണ്? മാലയുണ്ട്, കമ്മലുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതൊന്ന് പട്ടികയാക്കി കഴിഞ്ഞാൽ ഏതെല്ലാം കളറുള്ള മാലയും കമ്മലുമാണുള്ളത്? നോക്കൂ, ഏതെല്ലാം ഉള്ളത്? പച്ച, നീല, ചുവപ്പാണ്. പച്ച ഗ്രീൻ,
ബ്ലൂ, റെഡ്. ഇങ്ങനെയുള്ള മാലകൾ മൂന്നെണ്ണുണ്ട്. അത് ഇതേ കളറുള്ള എന്തുണ്ട്? ഗ്രീൻ, ബ്ലൂ, റെഡ്. ഇങ്ങനെ ഈ കളറുള്ള കമ്മലുണ്ട്. അപ്പൊ ഇത് നമ്മൾ ജോഡികളാക്കാൻ എങ്ങനെയെല്ലാം ഇത് അണിയാം? ഒരുങ്ങാൻ വേണ്ടി ഈ മാലയും കമ്മലും പിന്നെ അണിയുന്നുണ്ടെങ്കിൽ എങ്ങനെയെല്ലാം പറ്റും? യെസ്, നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലെ. ഏതാന്ന്? ഗ്രീൻ, ഗ്രീൻ, ഗ്രീൻ. പിന്നെ ബ്ലൂ, ഗ്രീൻ. ശരിയല്ലേ? പിന്നെ റെഡ് മാലയും ഗ്രീൻ കമ്മലും. പിന്നെ അടുത്തത് GB, BB, RB. ഇവിടെ GR, BR, R. ശരിയല്ലേ? അപ്പൊ എത്ര ജോഡികളുണ്ട്? അനുകൂലമായ സാധ്യമായ ജോഡികൾ ആകെ 9 എണ്ണം. 9 വ്യത്യസ്ത തരത്തില് മാലയും കമ്മലും സെലക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തല്ല? ഒന്നാമത്തെ ചോദ്യം, ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാതെ അതല്ല. ഒന്നിതാണ് GG അല്ലെ, ഗ്രീൻ മാലയും ഗ്രീൻ കമ്മലും. അപ്പൊ ഒന്നിത്. പിന്നെ അതല്ല ഉള്ളത് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. യെസ്, പിന്നെ അതല്ലാതെ RR ഉണ്ട്. BB, GG, BB, RR. 3 എണ്ണം ഉണ്ട്. അപ്പൊ സാധ്യത നമുക്ക് എന്ത് വരും? ഒന്നാമത്തെ പ്രശ്നമാണ് ഇത്. അതായത് ഒരേ കളറുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത സമം നമുക്ക് എങ്ങനെ എഴുതാം? ആകെ 9 കേസാണത്. അതിൽ തന്നെ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എത്ര? 3 എണ്ണം. ഒരേ കളർ വരുന്നത് GG, BB, RR അല്ലെ. അപ്പം എങ്ങനെ വരും? 3/9 പറഞ്ഞാല് 1/3 സിംപ്ലിഫൈ ചെയ്താല് 1/3 വരും അല്ലെ. മറ്റൊരു സാധ്യത, വ്യത്യസ്ത കളറുള്ളത് ധരിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോ ഈ 3 എണ്ണല്ലേ ഒഴിഞ്ഞു പോവാ. ഈ 3 എണ്ണം ഒഴിച്ചു നിർത്തിയാല് ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? യെസ്, ഇതൊക്കെ വ്യത്യസ്ത കളറുള്ളതാണ്. അങ്ങനെ 6 കേസാണ് ഇതിൽ ബാക്കി ഉണ്ടാവുക. അപ്പോ വ്യത്യസ്ത കളർ, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? വ്യത്യസ്ത കളറുള്ളത് ധരിക്കാനുള്ള സാധ്യത എന്ത് കിട്ടും? സാധ്യത സമം 6/9 അല്ലെ. ഇതിന് രണ്ടിലും പൊതുവായിട്ടുള്ള ഫാക്ടർ ഏതാ? 3 ആണ്. 3 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2/3 2/3 അല്ലെ. 6ല് 2 3, 9ല് 3. അടുത്തൊരു പ്രശ്നം പരിചയപ്പെട്ടാലോ? ചോദ്യം ശ്രദ്ധിക്കുക. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 എന്നീ സംഖ്യകൾ എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും. രണ്ടിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യാ ജോഡികൾ ഏതൊക്കെയാവാം എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി അതുപോലെ ഇതിൽ കാണേണ്ടത്, ഇതിൽ രണ്ടും ഒറ്റ സംഖ്യകളാവുന്നത് കേസ് ചെയ്ത് നമുക്ക് ഓരോ ചോദ്യമായിട്ട് പിന്നെ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കൂ. 2 പെട്ടികൾ. ഒന്നാമത്തെ പെട്ടിയില് 1 മുതൽ 4 വരെ പെട്ടി 1, പെട്ടി 2. അങ്ങനെ 2 പെട്ടി ഉണ്ട്. ഒന്നാമത്തെ പെട്ടിയില് 4 വരെ 1 2 3 4 ഇങ്ങനെ 4 വരെ എഴുതിയിട്ടുള്ള പിന്നെ നറുക്കുകളാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ 1 2 രണ്ടാമത്തേലുള്ളത് 1 2. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അതിലേക്ക് നോക്കാതെ 2 പെട്ടിയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഒരു പെട്ടിയിൽ ഇതാണുള്ളത്, രണ്ടാമത്തെ പെട്ടിയിൽ ഇതാണ്. പെട്ടി 2 രണ്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം വരാം നമ്പറുകള്? യെസ്, എങ്ങനെ വരും? 1 1 ഇതാ, ഇത് 1 1, പിന്നെ 2 1, 3 1, 4 1, പിന്നെ 1 2, 2 2, 3 2, 4 2. ആകെ എത്ര രീതിയിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ കഴിയും? ഇങ്ങനെ എത്ര സാധ്യതകളുണ്ട്? ജോഡിയായിട്ട് എടുക്കുമ്പോൾ 8 സാധ്യതകളുണ്ട്. ശരിയല്ലേ? ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ നേരിട്ട് തന്നെ എണ്ണ അറിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വഴി നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. 4 2 ആണ്. 4 2 8 സാധ്യതകൾ ഇവിടെ ആകെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ഇവിടെ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. നമ്മൾ എടുക്കുന്ന 2 നമ്പറും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും അതില്? രണ്ടും ഒറ്റ സംഖ്യ ആവുന്നത് 1 1 ഉണ്ട്, പിന്നെ
3 1 പിന്നെ ഈ വരിയിൽ അപ്പൊ 1 1 3 1. ഇതിൽ ഏതെല്ലാം കാര്യങ്ങളാണത്? ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് കാണാം ഇതിലൊന്നും രണ്ടും ഒറ്റ സംഖ്യകളാണെന്ന് വേറല്ല. അപ്പൊ അങ്ങനെയുള്ള സാധ്യത നോക്കാനുള്ള വഴി ഇതാണ്. ഇതാ 1 3 തന്നെ ഇതിലുണ്ട്. ഇവിടെ 1 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലെ 4 2 8 എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആ രണ്ട് ഒറ്റ സംഖ്യകളാണ്. ഈ പെട്ടിയിൽ ഒന്നേ ഉള്ളൂ. ഇപ്പൊ 2 1 2 ഉണ്ടാവും. വേഗം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ എത്ര ഇത് ആകെ 8 എണ്ണം ഉണ്ട്. അനുകൂലമായ ഫലങ്ങൾ 2 എണ്ണമാണ്. അപ്പൊ രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത സമം എന്ത് കിട്ടും? എത്ര കിട്ടുന്നത്? 2/8. ശരിയല്ലേ? അപ്പൊ എത്ര കിട്ടും? 1/4 സിംപ്ലിഫൈ ചെയ്യാം. രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യതയോ? ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. രണ്ടും ഇരട്ട സംഖ്യ ആവുന്ന കേസ് അല്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ തന്നെ കണ്ടെത്താം. 2 4 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 ആകെ. ഇവിടെ 2 അങ്കുണ്ട്, ഇവിടെ 1 അങ്കേ ഉള്ളൂ. അപ്പൊ 2 ഉണ്ടാവുക. ഏതല്ല 2 രണ്ടും ഇരട്ട സംഖ്യ ആവുന്ന ഒന്ന് ഇതില്ലേ 2 2 എന്നുള്ളത്, അതുപോലെയോ 4 2 എന്നുള്ള ഈ കേസ്. ഇപ്പൊ രണ്ടും ഇരട്ട സംഖ്യ ആവുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ 2/8 എന്ന് പറഞ്ഞാല് 1/4 അല്ലേ? അപ്പൊ ഈ രീതിയിൽ ഒക്കെ നമുക്ക് കണക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. മറ്റൊരു ചോദ്യം ഇതിൽ തന്നെ നോക്കുക. ഏതെങ്കിലും ഒരു സംഖ്യ ഒറ്റയും മറ്റേ സംഖ്യ ഇരട്ടയും ആകാനുള്ള സാധ്യത. ഇതില് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും ഒന്ന് ഒറ്റയും മറ്റേത് ഇരട്ടയാകണം. അപ്പൊ നമുക്ക് പാടില്ലാത്ത ഏതാ? ഇതിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് ഏതല്ല? രണ്ടും ഒറ്റ വരുന്ന പറ്റില്ല. ഏതല്ലാതെ 1 1 3 1 ഇത് രണ്ടും ഒറ്റയാണ്, ഒറ്റ സംഖ്യയാണ്. 2 ഇരട്ട വരുന്നതും പറ്റൂല. ഏതല്ലാതെ 2 2 വരുന്നുണ്ട്, 4 2 വരുന്നുണ്ട്. അപ്പൊ ആകെ 8 എണ്ണുള്ളതിൽ എത്ര എണ്ണം ഒഴിവാകും? 4 എണ്ണം പറ്റാത്തതാണ്. അപ്പൊ 4 അനുകൂലമായ ഫലങ്ങൾ 4 ആണത്. അപ്പൊ സാധ്യതാ സമം എന്ത് വരും? സാധ്യതാ സമം എന്താ വരിക? 4/8 എന്ന് പറഞ്ഞാല് 1/2 കിട്ടും. മറ്റൊരു ചോദ്യം. ഇതിന് രണ്ടും തുല്യമായി, അതായത് നമ്മൾ എടുക്കുന്ന 2 നമ്പറും തുല്യമാവാൻ സാധ്യതയാണ്. അത് ഏതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയുക? യെസ്, 1 തന്നെ അല്ലെ? 1 1. വേറെ എന്തുണ്ട്? 2 2. 2 നമ്പർ തുല്യമായിട്ടല്ലേ വരുന്നേ. അപ്പൊ സാധ്യതാ സമം എന്ത് വരും? ആ കേസില് സാധ്യതാ സമം എന്താ വരിക? ആകെ 2 കേസുള്ളത്, ആകെ 8 ഉണ്ട് അല്ലെ? അപ്പം എത്ര വരും? 1/4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതുപോലെ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യമാണ്. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? തുക ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് പട്ടികപ്പെടുത്തി നോക്കാം. പട്ടിക 1, സോറി 2 പെട്ടിയാണ് ഇവിടെ. പെട്ടി 1, പെട്ടി 2 രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ പെട്ടിയില് ഏത് മുതൽ ഏത് വരെയാണ് നമ്മൾ കണ്ടത്? 1 2 3 4 ഇങ്ങനെ 4 നമ്പറുകളാണ്. രണ്ടാമത്തേലോ 1 2 ഇങ്ങനെ 2 എണ്ണം. അപ്പൊ നേരത്തെ ചോദിച്ച പോലെ വേഗം പറയാം എത്ര ജോഡികൾ ഉണ്ടാവും? ആകെ 8 ജോഡികളുണ്ടാവും അല്ലെ? ഏതാ ജോഡികളൊന്നും പറയൂ? 1 1 2 1 3 1 4 പിന്നെ 1 2 2 2 3 2 4 2. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ ആകെ 8 ഫലങ്ങളാണ് അല്ലെ? 8 രീതിയിൽ നമുക്ക് ഈ സംഖ്യകൾ എടുക്കാം. അതിൽ തന്നെ എന്തായാലും ചോദിച്ചിരിക്കുന്നത് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യതയാണ്. ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ ആവണം. കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ കിട്ടിയപ്പോഴല്ല ഏതെല്ലാം സാധ്യതയുള്ളത്? ഇരട്ടയും ഒറ്റയും കൂട്ടുമ്പോഴാണ് ഒറ്റ സംഖ്യ കിട്ടുക അല്ലേ?
രണ്ട് ഒറ്റ സംഖ്യ കൂട്ടിയാലും എന്തായിരിക്കും ഇരട്ട സംഖ്യ കിട്ടുക, രണ്ട് ഇരട്ട സംഖ്യ കൂട്ടിയാലും ഇരട്ട സംഖ്യ. ശരിയല്ല, നോക്കിയാൽ ഒന്നൊന്നും രണ്ടാണ്, രണ്ട് ഒറ്റ സംഖ്യ അല്ലെ. വേറെ നോക്കിയാൽ മൂന്നൊന്നും നാലാണ്, രണ്ട് ഒറ്റ സംഖ്യ കൂട്ടിയാൽ എപ്പോഴും ഇരട്ട സംഖ്യ കിട്ടുക. അതുപോലെ രണ്ട് ഇരട്ട സംഖ്യ രണ്ട് രണ്ടും നാല്, നാല് രണ്ടും ആറ് അല്ലെ. അപ്പൊ ഇവിടെയും ഇരട്ട സംഖ്യ തന്നെ കിട്ടുക. അപ്പൊ ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ കാര്യം ധരിക്കണം, രണ്ടും അല്ലെ, ഒന്ന് ഒറ്റയും മറ്റത് ഇരട്ടയായിരിക്കണം. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് സാധ്യത നോക്കാം. ഏതെല്ലാം ഇതിൽ ഏതെല്ലാം ഇതിൽ നമ്മൾ ഒറ്റ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഇരട്ട എടുക്കണം. ഇതിൽ നിന്ന് ഒറ്റ എടുക്കുകയാണെങ്കിൽ ഏതെല്ലാം വരിക, ഒന്നും മൂന്നും. രണ്ട് എണ്ണാള് ഇവിടെയോ ഇരട്ട എടുക്കണം, അപ്പൊ രണ്ടാള്. അപ്പൊ രണ്ടൊന്ന് രണ്ട് എന്നുള്ള കേസ് അവിടെ വരും. പിന്നെ അടുത്തതോ ഇവിടുന്ന് ഇരട്ട എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റ എടുക്കണം. അപ്പൊ എത്ര വരിക, രണ്ടും നാലാണ് ഇവിടെ, രണ്ടെണ്ണം ഇവിടെ ഒന്നുമല്ല. അപ്പൊ എത്ര വരും, വീണ്ടും രണ്ടെണ്ണം വരും. ആകെ എത്ര കേസ് വരും, 4 കേസാ വരും. നമുക്ക് ഏതെല്ലാം നോക്കി നോക്കാം, അല്ലാതെ തന്നെ ഏതെല്ലാം വരും. അപ്പൊ വേണ്ടത് ഒന്ന് ഒറ്റയും മറ്റേ ഇരട്ടാണ്. ഇത് വരും, ഇത് ഒറ്റ സംഖ്യ കിട്ടുക. പിന്നെയോ പിന്നെ വരുന്ന ഇതാണ് ഒറ്റ സംഖ്യ കിട്ടുക. മറ്റൊന്ന് ഇതാണ് ഒറ്റ സംഖ്യയാണ് വരുന്നത്, മറ്റത് ഇതാണ് ഒറ്റ സംഖ്യ. 4 കേസാ വരും അല്ലേ. അപ്പോ സാധ്യതാ സമം എന്ത് വരും, സാധ്യതാ സമം ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യതയാണ്. ഏതാ വരുന്നത്, ഒന്നാമത്തെ കേസ് അല്ലെ. ഏതെണ്ണം വരും, 4 ഉണ്ട്, ആകെ ഫലങ്ങള് 8 ഉണ്ട്. അപ്പൊ 4/8 എന്ന് പറഞ്ഞാല് 1/2. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം, ഇതിൽ തന്നെ രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യതയോ. രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്നാൽ രണ്ടും ഒറ്റ സംഖ്യ ആയാലും പറ്റും, രണ്ടും ഇരട്ട സംഖ്യ ആണെങ്കിലും പറ്റും. അപ്പൊ ഇത് പറ്റും, 1 1 3 1, പിന്നെ 2 2 4 2. അപ്പൊ ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത, രണ്ടാമത്തെ സാധ്യത നമുക്ക് എന്ത് കിട്ടും, ഇവിടെയും 4/8 സമം 1/2. ക്ലിയർ ആയോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 3 എന്നെഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ത്, ഗുണനഫലം ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ. നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ നേരത്തെ തുക കണ്ടതിന് പകരം ഇവിടെ എന്താണ്, ഗുണനഫലമാണെന്നുള്ള അർത്ഥം. ഇപ്പൊ 2 പെട്ടിയാണ്, പെട്ടി 1 ഏതാണ് 1 2 3 4 ഇങ്ങനെ 4 പേപ്പർ കഷ്ണങ്ങളുണ്ട്. പെട്ടി 2 1 2 3 ഇങ്ങനെ 3 കഷ്ണങ്ങളുണ്ട്. നമുക്ക് എത്ര ജോഡികൾ കാണാൻ കഴിയും, പെട്ടെന്ന് പറഞ്ഞ എത്ര ജോഡികൾ സാധ്യമാണ്. എണ്ണം നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലെ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. എന്താ ചെയ്യേണ്ടത്, ഗുണിച്ചാൽ നമുക്ക് ആകെ എത്ര ജോഡികൾ ലഭിക്കുന്നുള്ളത് കിട്ടും. എത്ര കിട്ടുക, 4 3 12 ജോഡികൾ ഉണ്ടാവും. ഏതെല്ലായിരിക്കും അത്, 1 1 2 1 3 1 4 1. ഇവിടെ 1 2 2 2 3 2 4 2. ഇവിടെ 1 3 2 3 3 3 4 12 ജോഡികൾ. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗുണനഫലം എന്ത് കിട്ടണം, ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. ഇതിൽ ഈ എടുത്തിരിക്കുന്ന 2 സംഖ്യകൾ ഗുണിച്ചാൽ ഒറ്റ സംഖ്യ കിട്ടണം. ഗുണിച്ചാൽ ഒറ്റ സംഖ്യ കിട്ടുക എങ്ങനെയാ, ഏതെല്ലാം സാധ്യതകളാണ് നോക്കിയാ. രണ്ടും ഒറ്റയാണെങ്കിൽ എന്തായിരിക്കും, ഒറ്റ സംഖ്യ ശരിയല്ലേ. 1 1 പിന്നെ 3 1 3 അല്ലെ. അതുപോലെ പിന്നെ മറ്റൊരു സാധ്യത, പിന്നെ രണ്ടും ഒറ്റ സംഖ്യ ആണെങ്കിലാണ് കിട്ടുക 3 9 അല്ല. ഇവിടെയൊക്കെ വേണ്ടത് രണ്ടും ഒറ്റ സംഖ്യ ആവുമ്പോഴാണ് ഒറ്റ സംഖ്യ കിട്ടുക ഗുണിച്ചാൽ. ഇനി ഒന്ന് ഒറ്റയും മറ്റത് ഇരട്ടയാണെങ്കിൽ ഇരട്ട സംഖ്യ കിട്ടുക. നോക്കിയാൽ 1 2 2 1 4 4 2 2 4 അല്ല സോറി 2 1 2 3 2 6 ശരിയല്ലേ. രണ്ടും ഒന്ന് ഒറ്റയും മറ്റേ ഇരട്ടയാണെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കും, രണ്ടും ഇരട്ട സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആയിരിക്കും. നോക്കൂ 2 2 4 4 2 8 ശരിയല്ലേ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും ഗുണിച്ചാൽ ഒറ്റയാവാനുള്ള സാധ്യത നമ്മൾ ഏത് മാത്രം പരിഗണിച്ചാൽ മതി, ഒറ്റ ആവുമ്പോ രണ്ടും ഒറ്റയാവുമ്പോഴാണ്
ഒറ്റ സംഖ്യ കിട്ടുക. അപ്പൊ ഇതില് ഒറ്റ സംഖ്യ വരുന്ന ഏതാ? അവിടെ 1ഉം 3ആണ്. രണ്ട് നമ്പറായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? 1ഉണ്ട് 3ഉണ്ട്. അപ്പൊ രണ്ടും ഒറ്റ വരാനുള്ള എത്ര എണ്ണം ഉണ്ടാവും? ആദ്യം തന്നെ നിങ്ങൾ ഊഹിച്ച് പറഞ്ഞേ. എത്ര ഉണ്ടാവുക? ഇവിടെ 2 കേസുകളുടെ ഒറ്റ സംഖ്യ, ഇവിടെയും 2 കേസുകൾ. ഇപ്പൊ 2 2 4 വരും. ഏതല്ല 4 എന്ന് പറയുന്നത്? 1 1 അല്ലേ? പിന്നെ ഏതാ? 3 1, പിന്നെ 1 3, പിന്നെ 3 3. വേഗം കണ്ടെത്തുകയും ചെയ്യാം. ഞാൻ ഈ അടയാളപ്പെടുത്തി നമ്പറിന്റെ നേരെ നോക്കിയാൽ അല്ലെ? 4 എണ്ണേ ഉള്ളൂ. അപ്പൊ ഇത് ഗുണിച്ചാലാണ് ഒറ്റ സംഖ്യ കിട്ടുക. ആകെ എത്ര ഫലങ്ങളുണ്ട്? 12. അനുകൂലമായിട്ടുള്ളതോ 4 എണ്ണം. അപ്പൊ സാധ്യതാ സമം കിട്ടും. ഒന്നാമത്തെ സാധ്യത സമം എത്ര കിട്ടുക? 4/12. എത്ര കിട്ടും? 1/3 കിട്ടും അല്ലേ? ഇനി ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. ഒറ്റ സംഖ്യ ആവാൻ കഴിച്ച് ബാക്കിയൊക്കെ ഇരട്ട സംഖ്യകൾ തന്നെ അതിലുള്ളത്. ഗുണിച്ചാൽ ഇരട്ട സംഖ്യകളാണ് കിട്ടുക. അപ്പൊ ആകെ 12 എണ്ണയിൽ 4 എണ്ണം കഴിച്ച് ബാക്കി എത്ര ഉണ്ടാവുക? 8 എണ്ണം ഉണ്ടാവും. അപ്പോ രണ്ടാമത്തെ സാധ്യത എന്ത് കിട്ടും? ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത സമം എന്താ കിട്ടുക? 8/12 അല്ലെ? 2ലും 4 അപ്പൊ 8ല് 2 4, 12ല് 3 4, 2/3. ക്ലിയർ ആയോ? അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. അക്കങ്ങൾ രണ്ടും 1 2 3 ഇവയിൽ ഏതെങ്കിലും ആയ രണ്ടക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്? അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത എന്താണ്? ഇപ്പൊ ഇവിടെ രണ്ടക്ക സംഖ്യയാണ്. നമുക്ക് ഇതുപോലെ എങ്ങനെ പട്ടികപ്പെടുത്തും കാര്യത്തെ? ഇതുപോലെ എങ്ങനെയാണ് പട്ടികപ്പെടുത്തുക? അക്കങ്ങൾ രണ്ടും ഒറ്റയുടെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ 1 2 3 4 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇനി ഇതോ 10ന്റെ സ്ഥാനം. ഇങ്ങനെ എഴുതും. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് ഏതെല്ലാം വരുന്നത്? 1 2 3. 10ന്റെ സ്ഥാനത്ത് ഏതാ വേണ്ടത്? 1 2 3. നേരത്തെ എഴുതിയെന്ന് വ്യത്യസ്തമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 10ന്റെ സ്ഥാനമാണ് ഞാൻ എഴുതിയത്, ഇത് ഒറ്റയുടെ സ്ഥാനം എഴുതി. അപ്പൊ ഏതെല്ലായിരിക്കും സംഖ്യകൾ വരിക? സംഖ്യ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സംഖ്യകളാണ് എഴുതുന്നത്. എന്ത് വരും? 10ന്റെ സ്ഥാനത്ത് 1 വേണം. 1 1 1 2 1 3 അല്ലേ? 1 1 1 2 1 3. ഇവിടെ ആണെങ്കിലോ 2 1 2 2 22 അല്ലേ? അതുപോലെ 23, പിന്നെ 31 32 33. ഇങ്ങനെ എത്ര സാധ്യതയുണ്ടപ്പോ? ഒറ്റയുടെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും 1 2 3 വരാവുന്ന ഇത്രയും നമ്പറുകൾ നമുക്ക് കിട്ടിയത്. എത്ര സാധ്യതകൾ? 9 സാധ്യതകളുണ്ട്. ഇതിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്? എത്ര എണ്ണം കാണുന്നുണ്ട് നിങ്ങളിവിടെ? രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത ഡയഗണലായിട്ട് വരുന്നത് നോക്കിയൊക്കെ. 11 22 33. ശരിയല്ലേ? ആകെ എത്ര നമ്പർ? 9 എണ്ണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താ? അക്കങ്ങൾ തുല്യമാവാനുള്ള സാധ്യത എന്ത് കിട്ടി? യെസ്, ആകെ 3 എണ്ണാണ് 9 എണ്ണത്തിൽ. 3/9 സമം 1/3. ശരിയല്ലേ? അടുത്ത ചോദ്യം എന്താണ്? അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത. അക്കങ്ങളുടെ ഈ രണ്ടക്കങ്ങൾ കുട്ടിയോ 4 ആവണം. അങ്ങനെയുള്ള സാധ്യതകളാണ് പറഞ്ഞത്. ഏതല്ല 4 ആവുന്ന കേസ് പറ. യെസ്, ഏതാണ് ഡയഗണൽ? ഇവിടെ നോക്കൂ, 3 1 4, 2 2 4 അല്ലേ? 3 1 4. ഇതല്ലേ ഉള്ളൂ? വേറെ ഏതെങ്കിലും 4 കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം അത് തന്നെയാണ് അക്കങ്ങൾ. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവും അക്കങ്ങളുടെ തുക 4 ആവാനുള്ള സാധ്യതയും എന്താ നമ്മൾ കിട്ടുന്നത്? സാധ്യത സമം 3/9 എന്ന് പറഞ്ഞാല് 1/3 തന്നെ. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഈ ഒരു പാർട്ടിലെ അവസാനത്തെ ചോദ്യത്തേക്കാണ്. ഇതൊരു കളിയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ചോദ്യം രണ്ടുപേർ തമ്മിലുള്ള ഒരു കളി. ഓരോരുത്തരും ഒറ്റ സംഖ്യ വേണോ ഇരട്ട സംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം. രണ്ടുപേരും ഒരു കൈയിലെ കുറെ വിരലുകൾ ഒരുമിച്ച് ചേർത്തുന്നു. ഒരു കൈയിലേതാണ്. ആകെ വിരലുകളുടെ എണ്ണം
ഒറ്റ സംഖ്യയാണെങ്കിൽ അത് ആദ്യമേ എടുത്തയാൾ ജയിച്ചു. ഇരട്ട സംഖ്യയാണെങ്കിൽ അതെടുത്തയാൾ. ഈ കളിയിൽ ആദ്യം ഒറ്റ സംഖ്യ എടുക്കുന്നതാണോ ഇരട്ട സംഖ്യ എടുക്കുന്നതാണോ നല്ലത്? ഇതാണ് ചോദ്യം. അപ്പൊ ഏതാണ് കൂടുതൽ സാധ്യത അതാണ് നല്ലതെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ എങ്ങനെയാ നമ്മൾ നോക്കുക? ഒരു കയ്യില് 5 വിരലുകളാണ് അല്ലേ? അപ്പോ ആകെ എത്ര ഫലങ്ങൾ ഉണ്ടാവും? രണ്ടാളും കൈവരുത്തുന്നുണ്ട്. കളി ഇതാണ്. ആദ്യം തീരുമാനിച്ചെടുക്കണം. ഒറ്റ സംഖ്യ എടുത്താൽ ഞാൻ ജയിച്ചു, ഇരട്ട സംഖ്യ എടുത്താൽ മറ്റേ ആൾ ജയിച്ചു എന്നുള്ളത് തീരുമാനിക്കണം. ഓരോ കയ്യിലും 5 വിരലുകളാണ്. അപ്പൊ ഒരാള് 5 വിരൽ ഉയർത്താനേ സാധ്യത, മാക്സിമം 5 വിരൽ ഉയർത്താനേ സാധ്യതയുള്ളൂ. 1, 2, 3, 4, 5 അയാളെ. അതുപോലെ ഇപ്പുറത്തെ ആള് അതുപോലെ തന്നെ. അപ്പൊ ആകെ എത്ര ഫലങ്ങൾ ഉണ്ടാവും? എത്ര സാധ്യതകൾ ഉണ്ടാവും? 25 സാധ്യത അല്ലെ? 5, 5, 25 നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതാണ്. അതിൽ തന്നെ ഒറ്റയാവാൻ കൂട്ടിയാൽ ഒറ്റ സംഖ്യ കിട്ടണം. അതിനുള്ള സാധ്യതകൾ ഏതെല്ലാം വരുന്നത്? 1, 2, 3, 4, 5 ഇത് വരുന്നതിന്. അതുപോലെ ഇപ്പുറത്ത് 1, 2, 3, 4, 5 ഒറ്റ സംഖ്യ വരണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ആലോചിച്ചെടുക്കാം. എങ്ങനെയാ വരുന്നത്? ഇവിടെ ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടു, 2 എണ്ണം കൂട്ടിക്കഴിഞ്ഞാല് ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? 1 ഒറ്റയും മറ്റത് ഇരട്ടയായിരിക്കണം അല്ലെ? 1 ഒറ്റയും മറ്റത് ഇരട്ടയായിരിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഏതെല്ലാം വരിക? ഇവിടുന്ന് ഇങ്ങനെ ഒരു കേസിന് സാധ്യത ഉള്ളത്, ഇത് ഒറ്റ വരുന്നതിന് 1, 3, 5 അല്ലെ? ഇവിടെ ഇരട്ട വരുന്നതോ 2, 4. ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഒറ്റ സംഖ്യ കിട്ടുക. അപ്പൊ ഇവിടെ എത്ര കേസ് വരുന്നുണ്ട്? 1, 3, 5. ഒരാളിങ്ങനെ 1, 3, 5 എന്നുള്ള ഏതെങ്കിലും ഒരു പേരില് ഇവിടെ 2, 4 ആണെങ്കിൽ ഇവിടെ 3 കേസ് ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ എത്ര വരും? 3, 2, 6 വരും. തീർന്നോ? തീർന്നിട്ടില്ല. തിരിച്ച് ഇയാൾ എങ്ങനെ വരക്കാം? ഇയാൾ ഒറ്റയും ഇത് ഇരട്ടയാവാം. ഇന്ന് ആദ്യത്തെ കേസ് നമ്മൾ ഇത് ഒറ്റയും ഇത് ഇരട്ടയും വരുന്ന കാര്യം പരിഗണിച്ച്. രണ്ടാമത്തെ കേസിൽ ഇങ്ങനെയാണെങ്കിലോ അതും വരാമല്ലോ. അതായത് ഇയാൾ ഒറ്റ നമ്പറാണ് നിൽക്കട്ടെ, 1, 3, 5 ആണ് വരുന്നതെങ്കിൽ ഇയാൾ എന്താവണം? ഇരട്ട സംഖ്യ വേണം. 2, 4 ആണ്. അപ്പൊ അവിടെയും എത്ര എണ്ണം കേസ് വരും? 6 എണ്ണം വരും. സാധ്യത ഉണ്ടല്ലോ. ഇവിടെ 3, 2, 3, 2, 6, 6, 12 കേസ് വരും. ശരിയല്ലേ? അപ്പൊ അതായത് ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്ര വരിക? ആകെ 25 എണ്ണത്തില് എത്ര എണ്ണം വരിക? 12 കേസ് വരിക. ശരിയായോ? അപ്പൊ 12 കേസ് വരും. ഇവിടെ വേണം നമുക്ക് പട്ടികപ്പെടുത്തി നോക്കാം. ഞാൻ വേണ്ടുന്ന നമ്പർ നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. ഇതേപോലെ 5 കള്ളികളാക്കി മാറ്റിയിട്ട് പട്ടികപ്പെടുത്തി നോക്കി അത് വേഗം കിട്ടും. എങ്ങനെല്ലാം വരുത്താം? 1, 1 വരാം, 2, 1 വരാം, 3, 1, 4, 1, 5, 1. ഇവിടെ 1, 2, 2, 2, 3, 2, 4, 2, 5, 2. 1, 3, 2, 3, 3, 3, 4, 3, 5, 3. അതുപോലെ 1, 4, 2, 4, 3, 4, 4, 4, 5, 4. ഇവിടെ 1, 5, പിന്നെ 2, 5, 3, 5, 4, 5, 5, 5. അപ്പൊ എങ്ങനെയെല്ലാം സാധ്യത ഉണ്ട്? ഇവിടെ ഏതെല്ലാം സാധ്യത ഉണ്ട്? ഇവിടെ 1 ഒറ്റയും ഇരട്ടയും വരുന്ന ആദ്യം നോക്കാം. ഇത് ഒറ്റ സംഖ്യ കിട്ടാൻ 1 അല്ലെ? അതുപോലെ 3, 2, പിന്നെ 5, 2 ഈ കേസ് ഉണ്ട്. പിന്നെ ഇത് വരും അടുത്തത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇത് 1, 4 വരുന്നത് ഇത് വരും. 1, 4, 3, 4, 5, 4 ഇങ്ങനെ വരും. അടുത്ത അതുപോലെയോ 5 ഈ ഒരു കോണത്തില് 5 ഇത് വരുന്ന 5, 2 നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏതാ സാധ്യത? നേരെ തിരിച്ച് ഇതില് ഒറ്റ സംഖ്യയും ഇതില് ഇരട്ട സംഖ്യയും വരുന്നത്. ഏതല്ല വരുന്നത്? 1, 2, 1 ഇത് വരുന്നു. 2, 1 പിന്നെ അതുപോലെയോ 2, 3, 2, 5 അല്ലെ? പിന്നെ 4, 1, 4, 3, 4, 5 ഇങ്ങനെ ആകെ എത്ര കേസ് വരുന്നുണ്ട്? 12 എണ്ണം വരും. ആകെ 25 എണ്ണയില് 12 എണ്ണം ഒറ്റ സംഖ്യ വരുന്നുണ്ടാവും.
12/25. അപ്പൊ സാധ്യത സമം ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത സമം എന്താ 12/25 കിട്ടും. ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇത് ഇരട്ട സംഖ്യകളാണ്. തുക ഇരട്ട സംഖ്യയാണ് ബാക്കിയെല്ലാം വരിക. അപ്പൊ ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത എന്താ വരിക? ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത സമം എത്ര വരും? 12 കഴിച്ചെങ്കിൽ എത്ര ഉണ്ട്? 13 ഇതിൽ ബാക്കി ഉണ്ടാവുക. അപ്പൊ 13/25 ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത. അപ്പൊ ഏതെടുക്കുന്നതാണ് നല്ലത്? ഏറ്റവും വലിയ സംഖ്യ ഏതാത് വരിക? രണ്ടും ഛേദം തുല്യല്ലേ? 12/25 ഒറ്റ സംഖ്യ, 13/25 ഇരട്ട സംഖ്യ. ഏതെടുക്കുന്നതാണ് നല്ലത്? ജയിക്കാൻ സാധ്യത ഏതാ കൂടുതൽ? ഇരട്ട സംഖ്യ പറയുന്നതാണ് ജയിക്കാൻ സാധ്യത. ക്ലിയർ ആയോ? അപ്പോ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില്